ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാറ്റർ ഉണ്ടായിരുന്നില്ല, ഞാൻ ആട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഒരു 1 ലിറ്ററിൻ്റെ ബാറ്റർ വാങ്ങിച്ചു. ജ്യോതി എന്ന ബ്രാൻഡാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച് ഒരു ദോശ ഞാൻ അടുപ്പത്തേക്ക് ഒഴിച്ചു കേട്ടോ. നമ്മൾ നെയ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയും നെയ്യും കൂടി ആഡ് ചെയ്യും. എന്നിട്ട് ഞാനൊരു കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. അപ്പം ഞാൻ കട്ടച്ചമ്മന്തിയാണ് അരച്ചത്. അത് നമുക്ക് എന്താ പറയുക, പച്ചക്കുടംപുളി ഇട്ടാണ് അരച്ചത്. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇടും, അല്ലെങ്കിൽ പച്ചക്കുടംപുളി ഇട്ട്. ഇഞ്ചി ഇടില്ല. ഉള്ളിയും പച്ചമുളകും മുളക് പൊടിയും ഒക്കെ ഇട്ട് ഒരു ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നോർമലി ഞാൻ പുളിയിട്ട് അരച്ചാൽ അത്ര സക്സസ് ആവാറില്ല. പക്ഷേ മാങ്ങയോ പച്ചക്കുടംപുളിയോ ഇട്ട് ചമ്മന്തി അരച്ചാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ്. പിന്നെന്താ, അപ്പോൾ രാജേഷിന് സമയമായിക്കൊണ്ടിരിക്കണം. അപ്പോൾ രാജേഷിനോട് ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 3 ദോശ ആണ് പുള്ളി കഴിക്കുന്നത്. അപ്പോൾ അതുണ്ടായിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഓവനിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് തക്കാളി കറി ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഇവിടെ. അപ്പോൾ അത് കുറച്ച് വെച്ചാൽ നമ്മൾ എപ്പോഴും കറി വയ്ക്കുമ്പോൾ കൂടിപ്പോവും. അപ്പോൾ നമ്മളത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഓവനിൽ വെച്ചിട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓവൻ തുറന്ന് നോക്കിയപ്പോൾ ചൂടായിട്ടില്ല. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒരു 5 മിനിറ്റും കൂടെ വീണ്ടും വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു തക്കാളിക്കറി ഇതിൻ്റെ ദോശയുടെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് കുറച്ച് തീരുമല്ലോ സംഭവം. അല്ലെങ്കിൽ വെറുതെ എടുത്ത് കളയണ്ടേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് കറക്റ്റ് അളവിൽ കറി വയ്ക്കാൻ അറിയില്ല. എപ്പോഴും വെക്കുമ്പോഴും കൂടിപ്പോവും. അപ്പോൾ പിന്നെ ഒന്നാമത്തെ ഞാൻ മിക്ക ദിവസങ്ങളിലും എനിക്ക് ഉച്ചയ്ക്ക് എനിക്കിനി എന്താണെന്നറിയില്ല, ഞാൻ വെച്ച കറികളൊന്നും എനിക്ക് അത്ര പ്രിയപ്പെട്ടതല്ല. എനിക്ക് വേറെ ആരെങ്കിലും വെച്ച കറികളാണ് ഇഷ്ടം. പക്ഷെ നമുക്ക് വെച്ച് തരാൻ ആരുമില്ല. അപ്പം ഞാൻ അങ്ങനെ ചായ എടുക്കുകയാണ്. ചായ രാജേഷിൻ്റെ സമയമായി. അപ്പോൾ പോകാനായിട്ട് രാജേഷിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞങ്ങളൊക്കെ കഴിക്കാറ്. കാരണം ഞാനിവിടെ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ പുട്ടൊക്കെയാണെങ്കിൽ ഒരുമിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ ദോശ എടുത്തു, ചമ്മന്തി എടുത്തു. ഇവിടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ചമ്മന്തി കൂട്ടി കഴിക്കും കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ചട്നി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ബാക്കിയാവും. അപ്പോൾ തേങ്ങ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് തേങ്ങ വാങ്ങുന്നതുകൊണ്ട് എനിക്ക് ആ ചട്നിയൊക്കെ കളയുമ്പോൾ കുറച്ച് വിഷമം വരും, സ്വാഭാവികം. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ കട്ടച്ചമ്മന്തി ആകുമ്പോൾ അത് നമുക്ക് ഉച്ചക്ക് ഊണിനും കൂടി നമുക്ക് കുറച്ച് കൂട്ടാമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിങ്ങനെ കട്ടച്ചമ്മന്തിയാണ് ഇപ്പോൾ അരക്കാറ്. അപ്പോൾ ഓവൻ സമയമായി എന്നുള്ള സിഗ്നൽ തന്നു. അപ്പോൾ വേഗം തന്നെ ഞാൻ അത് തുറന്നു തക്കാളിക്കറി എടുക്കുകയാണേ. തക്കാളിക്കറി ദോശയുടെ കൂട്ടത്തിൽ നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അത് കൂട്ടുമ്പോൾ എനിക്കും അത്യാവശ്യം നന്നായിട്ട് ഞാനും ഈ തക്കാളിക്കറി കൂട്ടി തന്നെയാണ് കേട്ടോ ഇന്ന് കഴിച്ചത്. അപ്പോൾ എന്താ പറയുക, ഞാനത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ വോയിസ് ഓവർ കുറച്ച് ടൈം കഴിഞ്ഞാൽ കൊടുത്തത്. കാരണം അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ വോയിസ് ഓവറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ഓടിക്കും. അല്ലെങ്കിൽ തന്നെ ഫുൾ ടൈം ഇപ്പോൾ ഞാൻ മൊബൈലും കൊണ്ട് കിടക്കണേന് എനിക്കിവിടെ ചീത്തയാണ്. എന്താ പറയുക. അപ്പോൾ അങ്ങനെ തക്കാളിക്കറി എടുത്തു. അങ്ങനെ ഞാൻ സെർവ് ചെയ്യാനായിട്ട് എല്ലാം റെഡിയായി. അപ്പോൾ എല്ലാം ഞാൻ കൊണ്ടുവച്ചു. അങ്ങനെ പുള്ളി കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖം തന്നെ. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഹാപ്പി മോർണിംഗ്.